ഹലോ അസ്സലാമു അലൈക്കും. ഇന്നില്ലേ റമദാനിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ എല്ലാവരും? അപ്പോൾ അതിലേക്കുള്ള നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഒരു ഫില്ലിങ്ങിൽ 3 ടൈപ്പ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണോളം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളില്ലേ അതിട്ട് കൊടുക്കാം. വെളുത്തുള്ളീൻ്റെ പച്ചമണക്കൊന്ന് നല്ല പോലെ മാറി വന്നാൽ ഇനി ഇതിൽ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു ചെറിയ ഉള്ളി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തതാണ്, നല്ല സ്ലൈസായിട്ട്. അത് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത ഒരു അരക്കപ്പോളം ക്യാരറ്റും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം കുറച്ചധികം ഉണ്ട്, ക്യാരറ്റ് അതിനേക്കാൾ കുറച്ച് കുറവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. ഒരുപാട് അങ്ങ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വാടി എന്താ പറയുക ഭയങ്കര കുഴഞ്ഞ പരുവില്ല, അങ്ങനെ ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ചിക്കൻ ഇല്ലേ, എന്താ പറയുക ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. 2 വിസിൽ വേവിച്ചെടുത്തതാണ്. ഇതിപ്പോൾ നമുക്കൊരു ടിപ്പായി ഞാൻ പറഞ്ഞു തരികയാണ്. നമുക്കിപ്പോൾ എന്താ പറയുക റമദാനിലേക്കെല്ലാം ചിക്കനൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ ഇതേപോലെ വേവിച്ചിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാം കേട്ടോ. ഒരു 2-3 ദിവസം, ഒരുപാട് ദിവസമൊന്നും വെക്കണ്ട, 2 ദിവസത്തേക്കെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഈ സ്നാക്സൊക്കെ നിങ്ങൾക്ക് ഏകദേശം 2-3 ദിവസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം കേട്ടോ, ഫ്രീസ് ചെയ്യുകയും ചെയ്യാം. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ കെച്ചപ്പില്ല അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 3 സ്നാക്സിലേക്കാട്ടോ ഈ ഫില്ലിങ്, അതുകൊണ്ടാണ് ഇത്ര ക്വാണ്ടിറ്റിയിലുള്ളത്. നിങ്ങളിപ്പോൾ ഒന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊക്കെ നേരെ കുറച്ചിട്ടെടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ഇതിലേക്ക് നമ്മളിത് തീരെ ഉപ്പിട്ടിക്കില്ല, സോയാ സോസിൻ്റെ ഉപ്പ് മാത്രമാണ്. അതുകൊണ്ടാണ് സോയാ സോസ് ഒഴിച്ചതിന് ശേഷം മാത്രം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. സോയാ സോസിൽ ഉപ്പ് ഉണ്ടാകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് നമുക്ക് സമയമുള്ള എന്താ പറയുക ഒരുപാട് സമയമൊക്കെ ഉള്ള ടൈമിൽ നമുക്ക് എന്താ പറയുക ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളെ പണികൾ ഒരുപാട് എളുപ്പമാകും. നമുക്ക് ഒരുപാട് സമയം കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല കേട്ടോ. ഈ റമദാൻ മാസം നമ്മൾ ഒരുപാട് സമയം എന്താ പറയുക കുക്കിങ്ങിനൊക്കെ ആയിട്ട് എടുക്കാണ്ട് നമ്മളേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു മാസമാണല്ലോ. അപ്പോൾ അങ്ങനെയും ഫ്രീസ് ചെയ്ത് വെച്ച് നമ്മളെ പണി ഒരുപാട് എളുപ്പമാകുകയും ചെയ്യും. അത് നമുക്ക് ഭയങ്കര ഉപകാരമാകുമല്ലോ. ഇനിയിപ്പോൾ ഇതാ 2 ബൗളിലായിട്ട് ഫില്ലിങ്ങിലേക്ക് ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ 2 ബൗൾ ഒരു മൈദൻ്റെ ഒരു തിക്കായിട്ടുള്ള ബാറ്ററും ഉണ്ട്. അതേപോലെ വേറൊരു ബൗൾ നല്ല ലൂസല്ല, ഒരു മീഡിയം ലൂസിലാട്ടോ ഉള്ളത്, അതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആദ്യം വേണ്ടത് ഇനിയിപ്പം 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഓരോന്നാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് സ്റ്റീം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. 1 മിനിറ്റ് ഒന്നും വേണ്ടേ വരുമല്ലോ, അതിലും കുറച്ച് ഒന്ന് ചൂടായാൽ മതി. എന്നതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് ചൂടായാലില്ലേ നമുക്ക് നല്ലോണം എന്താ പറയുക ഭയങ്കര ഇതിൽ പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫില്ലിംഗ് ഇല്ലേ അതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മൈദൻ്റെ തിക്കായിട്ടുള്ള ഈ ബാറ്ററി ഇല്ലേ അതാട്ടോ എടുത്തത്. അത് ഇതേപോലെ 4 ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും ഇതൊന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ സൈഡിലും അതേപോലെ ആക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെ ഒരു സ്റ്റിക്ക് വെച്ച് കൊടുക്കുക. സ്റ്റിക്ക് വെക്കണം നിർബന്ധമൊന്നും ഇല്ല, പക്ഷേങ്കിൽ വെച്ചാൽ കാണാൻ നല്ല എന്താ പറയുക ഭംഗി ഉണ്ടാകും. ഇതേപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് കാണുമ്പോൾ കഴിക്കാൻ നമുക്ക് തോന്നുമല്ലോ,
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റിക്കിൻ്റെ മേലെ ഞാൻ കുറച്ച് മൈദൻ്റെ ബാറ്റർ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നല്ല പ്രസ് ചെയ്തിട്ട് വെച്ച് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതവിടെ പ്രസ്സായി നിന്നോളും. ഈ ബ്രെഡിൻ്റെ സ്നാക്സ് ഇല്ലേ, ഒരുപാട് എണ്ണ ഒന്നും കുടിക്കൂല കേട്ടോ. ഈ ഒരു എന്താ പറയുക പേടി ആർക്കും വേണ്ട, തീരെ എണ്ണ കുടിക്കൂല കേട്ടോ. അതിനാണ് നമ്മൾ എന്താ പറയുക മൈദൻ്റെ ഇതെടുക്കുന്നത്. ഡിപ്പ് ചെയ്യാൻ മൈദ ആട്ടോ എടുക്കുന്നത്, ഇതിൽ മുട്ടയല്ല. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണ്. അപ്പോൾ ഇത് അടുത്തതും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 സ്നാക്സ് ഉണ്ടാക്കുന്നതുകൊണ്ടും എല്ലാം കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. 4 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഓരോന്നും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലൂസായിട്ടുള്ള ബാറ്റർ ഇല്ലേ അതെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യത്തെ എന്താ പറയുക സ്റ്റിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നല്ലോണം ബാറ്ററിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആ സ്റ്റിക്ക് മാത്രം പിടിച്ച് നമ്മൾ ഇതിലേക്ക് എന്താ പറയുക ഡിപ്പ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ട് പോരാൻ നോക്കും. വെച്ചാൽ അത് എന്താ പറയുക ഒട്ടി നിൽക്കേണ്ട സമയം ആവുന്നല്ലേ ഉള്ളൂ. നമ്മൾ എന്താ പറയുക ചെയ്ത പാട് ഇതാക്കുകയല്ലേ. ഒട്ടി നിൽക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും എന്തായാലും. ഇനിയിപ്പോൾ ഞാനിപ്പോൾ കോൺഫ്ലെക്സ് ആണ് എടുത്തത്. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെയാണ്. കോൺഫ്ലെക്സ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 എണ്ണം ഉണ്ടാക്കുന്നതുകൊണ്ട് ഏകദേശം 8 സ്ലൈസ് ബ്രെഡ് വേണം കേട്ടോ. ഒന്നിന് തന്നെ നമുക്ക് 2 സ്ലൈസോളം ബ്രെഡിൻ്റെ ആവശ്യമുണ്ട്. ഇതേപോലെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈഡ്സ് ഒന്നും നമ്മൾ കളയൂല കേട്ടോ. ഇത് നമുക്ക് ബ്രെഡ് ക്രംസിനായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ലാസ്റ്റ്. ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ 1-2 എണ്ണമായിട്ട് വേണമെന്ന് പറഞ്ഞില്ല, അതേപോലെ ഓരോന്നിൽ 2 എണ്ണം വെച്ചിട്ട് സൈഡ്സൊക്കെ കട്ട് ചെയ്തിട്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഓരോ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മുക്കാൽ ഭാഗത്തോളം സ്റ്റിക്ക് ബ്രെഡിൻ്റെ ഉള്ളിലാട്ടോ ഉള്ളത്. അപ്പോൾ നല്ല എന്താ പറയുക മൈദൻ്റെ തിക്കായിട്ടുള്ള ബാറ്റർ ഇല്ലേ അത് ഇതേപോലെ ഇതിൻ്റെ മേലെ ആക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലും ഒട്ടി നിൽക്കാൻ ആവശ്യത്തിന് മൈദൻ്റെ പേസ്റ്റ് ഇല്ലേ അതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടുള്ളിൽ ഒരു 2 ടീസ്പൂണോളം ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് അത്യാവശ്യം വെക്കണം, അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ അടുത്ത സ്ലൈസ് ബ്രെഡില്ലേ അത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നല്ല പോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് അവിടെ ഒട്ടി നിന്നോളൂ. നമ്മൾ മൈദൻ്റെ പേസ്റ്റ് ആക്കിയോണ്ട് തന്നെ നല്ലോണം അത് ഒട്ടി നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാട്ടോ ഇതേപോലെ സ്ക്വയർ ആയിട്ടാട്ടോ ഉള്ളത്. ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത സ്നാക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് സെയിം തന്നെ ഫില്ലിങ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തോളൂ. പച്ചവെള്ളമാണ്, നോർമൽ വെള്ളമാട്ടോ എടുത്തത്. എന്നിട്ട് ഈ ബ്രെഡ് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ എന്താ പറയുക വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞ് കളയണം കേട്ടോ. തീരെ വെള്ളത്തിന് അംശം ഉണ്ടാവരുത്. ബ്രെഡ് നല്ലപോലെ അപ്പോൾ സോഫ്റ്റ് ആവുകയും ചെയ്യും, ഒട്ടി നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിൽ അങ്ങനെ ഒന്ന് ഇതാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഏകദേശം 2-3 ടീസ്പൂണോളം വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ എന്താ പറയുക ബ്രെഡ് നല്ലോണം നനവുള്ളത് കൊണ്ട് ഇത് നല്ലപോലെ ഒട്ടി നിന്നോളൂ കേട്ടോ. ഉള്ളിലേക്ക് എണ്ണ കടക്കുക അങ്ങനത്തെ പേടിയൊന്നും വേണ്ട, എണ്ണ ഒന്നും കടക്കൂല കേട്ടോ. ഇതിപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതാക്കിയാലും മാത്രം മതി. ഇനിയിപ്പോൾ നമ്മൾ മൈദയിലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുമല്ലോ, അതുകൊണ്ട് പ്രശ്നമല്ല, അത്ര മതി. അപ്പോൾ ഇതേപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 എണ്ണമാണ് ഞാൻ ചെയ്തത്. 4 അതേപോലെ എന്താ പറയുക ബോൾസ് ആക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ നേരത്തെ എന്താ പറയുക മൈദൻ്റെ ലൂസായിട്ടുള്ള ബാറ്റർ ഇല്ലേ അതും ഉണ്ട്. പിന്നെ നമ്മളൊരു എന്താ പറയുക നേരത്തെ സൈഡ്സൊക്കെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ക്രംസ് ഇല്ലേ, ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ഇല്ലേ അതൊക്കെ പൊടിച്ചെടുത്തിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസും റെഡിയാണ്.
ഇനിയിപ്പം നമുക്ക് മൈദേൻ്റെ മിക്സിൽ എന്താ പറയുക ഒന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു കൈ കൊണ്ട് ഇങ്ങനെ എന്താ പറയുക മൈദയിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ മറ്റേ കൈ വെച്ചിട്ട് നമുക്ക് ഇതിൽ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ രണ്ട് കൈമേലിപ്പോൾ എന്താ പറയുക ബാറ്റർ ആയിട്ട് അതൊക്കെ ഈ എന്താ പറയുക ബ്രെഡ് ക്രംസിലാവുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് അടുത്ത സ്നാക്സും ചെയ്യും. അതും ഇതേപോലെ മൈദേൻ്റെ ബാറ്റർ ആക്കി കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ സൈഡ്സിലും. അപ്പോൾ ഇതാ അതും അതേപോലെ തന്നെ ചെയ്തെടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്നാൽ ഇനിയിപ്പോൾ അത് നമ്മൾ സ്റ്റിക്സ് ഇല്ലേ അതാട്ടോ ഫസ്റ്റ് ഫ്രൈ ചെയ്യുന്നത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചാലും മതി. ഉള്ളൊക്കെ എന്താ പറയുക പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കൂല. ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നപ്പോൾ ഞാൻ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ സൈഡും ഇതേപോലെ കളർ മാറി വന്നാൽ നമുക്കിത് കോരി മാറ്റാം കേട്ടോ. ഒട്ടും എണ്ണ ഒന്നും കുടിക്കൂല കേട്ടോ. പേടിയേ വേണ്ട. ബ്രെഡ് ആയതുകൊണ്ട് എണ്ണ കുടിക്കുന്നുള്ള ടെൻഷൻ ഉണ്ടാകും. അങ്ങനെ ഒന്നുമില്ല. തീരെ എണ്ണ ഉള്ളിലേക്ക് എത്തൂല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്നാക്സും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. രണ്ടെണ്ണം വെച്ചിട്ടാട്ടോ ഇത് ഫ്രൈ ചെയ്യുന്നത്. നമുക്കിപ്പോൾ എത്രത്തോളം നമുക്ക് നമ്മളെ പാത്രത്തിൻ്റെ വലുപ്പം അനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാനിത് ഫ്രൈ ആയിട്ട് കഴിഞ്ഞപ്പോൾ ഈ ബ്രെഡ് ബോൾസ് ഇല്ലേ അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ 3 സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. മസ്റ്റ് ട്രൈ ആണ്. ഈ റമദാനിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.